അങ്ങനെ ഇന്ന് എൻ്റെ കണ്ണൂസിൻ്റെ കുറേ വർഷത്തെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന് നോക്കി കേട്ടോ. പക്ഷേ മഴ ഒരു വിധത്തിലും കുറയുന്നുണ്ടായിരുന്നില്ലേ. കണ്ണൂസ് പിന്നെ ഞങ്ങൾക്ക് ഒരു രീതിയിൽ സമാധാനം തരാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പോണ വഴിക്ക് ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറി കേട്ടോ. എനിക്കും ചായ ഒന്നും കുടിക്കണമെന്ന് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ മഴയത്ത് തണുത്ത് നിന്നപ്പോഴത്തേക്ക് ഒരു കോഫി കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ നല്ല പരിപ്പോടിയിട്ടൊന്ന് മണം വരണുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷേ സാധനം കൈ കിട്ടിയില്ല കേട്ടോ. പിന്നെ അവസാനം ചേട്ടാ ഒരു വാഴയ്ക്കപ്പൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ ഞാനും കണ്ണൂസ് ഒരു കോഫിയെ കുടിച്ചു. പിന്നെ എൻ്റെ കണ്ണൂസിൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം നിങ്ങൾ കണ്ടോ. സംഭവം ഉള്ള 2ാമത്തെ വയസ്സിലെ ബർത്ത്ഡേ തൊട്ട് ആൾ പറഞ്ഞു തുടങ്ങിയ ഒരു ആഗ്രഹമാണ് കേട്ടോ. അതായത് അവൾക്ക് അറിവ് വെച്ച സമയം തൊട്ട് ഫോണിൽ കണ്ട് അവൾ പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒതുങ്ങുന്ന രീതിക്ക് ഒരെണ്ണം വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ദാവനെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ പേരാണ് പക്രു. ഷിറ്റ്സു ആണ് കേട്ടോ. കുറേ വർഷം കൊണ്ട് കണ്ണൂസ് ഇങ്ങനെ പറയാണ്. ഇതിനെ കിട്ടിയപ്പോൾ തന്നെ കണ്ണൂസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ചാൻ്റെ ഒരു ഫ്രണ്ട് വഴിയിട്ടുള്ള ഡീലിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ പക്രുവിനെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോണ വഴിക്കാണ് പക്രുവിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒരു പെറ്റ് ഷോപ്പിൽ കയറിയതാണ് കേട്ടോ. ആദ്യം തന്നെ അവനൊരു ഷാമ്പുവും അതുപോലെ ഒരു തൊടലും പിന്നെ ഒരു ഫുഡ് പ്ലേറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ തൊടലിൻ്റെ കളർ കണ്ടോ, പച്ച കളർ. കണ്ണൂസ് സെലക്ട് ചെയ്തതാണേ. വീട്ടിൽ കൊണ്ട് വന്നപ്പോൾ തന്നെ ആളെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തു കേട്ടോ. കുളിപ്പിക്കാനൊന്നും നിന്നേരാൻ വലിയ മടിയൊന്നും ഇല്ലാത്ത ആളാണ്. പിന്നെ മുടിയൊക്കെ ഒന്ന് ഹെയർ ഡ്രയർ വെച്ചൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഉണക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവനെ കണ്ടതും സ്കൂട്ടായ വേറൊരാൾ ഞങ്ങളെ വീട്ടിലുണ്ട് കേട്ടോ, പിങ്കി. പിന്നെ ഇന്നലെ പിങ്കി തിരിച്ച് വന്നിട്ടേ ഇല്ല കേട്ടോ രാത്രി മൊത്തം. അങ്ങനെ പിന്നെ ബക്രുവിനെയും കൊണ്ട് നേരെ വൈകിട്ടായപ്പോഴത്തേക്ക് വാക്സിൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാക്സിൻ എടുപ്പിക്കണമെന്ന് എൻ്റെ ആയിരുന്നു നിർബന്ധം. കാരണം നമ്മുടെ കല്ലൂസും കണ്ണൂസും വീട്ടിലുള്ളതല്ലേ, കുഞ്ഞു പിള്ളേരല്ലേ, അവർക്കറിയില്ലല്ലോ. അങ്ങനെ പിന്നെ വാക്സിനൊക്കെ എടുപ്പിക്കാൻ ചെന്ന് ആദ്യം തന്നെ ഡോക്ടറുണ്ട് നഖമൊക്കെ ഒന്ന് വെട്ടി. പിന്നെ വാക്സിൻ എടുത്തപ്പോൾ ആൾ പാവം കുറച്ച് കരഞ്ഞൊക്കെ വേദനിച്ചിട്ട് കരയണമുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴാണ് നമ്മളെ കല്ലൂസ് കണ്ടത്. എന്തായാലും കണ്ണൂസ് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നേ. അപ്പം അത്രയേ ഉള്ളൂ.